നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത നീഡിൽസ് അവരവർക്ക് പോലും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ആൻഡ് ത്രോ ആണ്, സിംഗിൾ യൂസ് മാത്രമാണ് ഇത്. നമുക്ക് എന്താ പറയാ, മെഡിക്കൽ വേസ്റ്റ് രൂപത്തിലാണ് ഇതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ തന്നെ പാടുള്ളൂ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ആക്ച്വലി മുടിനാന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള ഒരു നീഡിൽ നമ്മൾ പെരിഫറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ, ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്നുള്ളത്, ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ തന്നെ മരുന്നില്ല, മറ്റേതാണെങ്കിൽ ഇതിലൂടെ മരുന്ന് കയറ്റി വിടുന്നു, ആ മരുന്ന് ശരീരത്തിൽ ചെന്നിട്ട് പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും. പക്ഷെ ഇതെന്ന് പറയണത് നമ്മുടെ ബോഡിയുടെ താഴെ ഒരു ലെയർ ഉണ്ട്, നമുക്കറിയാം. സാധാരണ നമുക്ക് ഡെർമിസ് എപ്പിഡെർമിസ് എന്നൊക്കെ പറയും. പക്ഷെ അതിനു മുമ്പ് ആരും സംസാരിക്കാത്തൊരു വേർഡാണ് ഫേഷ്യ. ഒരു മെഡിക്കൽ സിസ്റ്റത്തിലും അവർ മടിക്കുന്നതാണോ പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഫേഷ്യ അല്ലെങ്കിൽ ഇൻഡസ്ട്രേഷ്യനെ കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. അപ്പോ ഈ ഫേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി 2017 എല്ലാ ദിനപത്രങ്ങളിലും എല്ലാത്തിലും ഉണ്ട്, നമുക്ക് ശരീരത്തിൽ പുതിയൊരു അവയവം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ മനുഷ്യരാശി ഉള്ള കാലം മുതൽ എന്തൊക്കെ അവയവങ്ങൾ ഉണ്ടോ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങനെ പുതുതായിട്ട് ഒരു അവയവം ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷെ അതിനെ ഒരു അവയവമായിട്ട് കണക്കിലെടുത്തത് ഈ 2017 അതിൽ പറയുന്നത് എല്ലാ ഓർഗൻസിനെയും എല്ലാ ടിഷ്യൂസിനെയും ഫങ്ഷനിങ് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യ മുഖേനയാണ്.